ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ മറ്റൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നും രാവിലെ 5:30 എഴുന്നേറ്റ് വരുമ്പോൾ കുറച്ച് നേരം കൂടി ഉറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചിട്ടാണ് വരുന്നത്. രാത്രിയിൽ രംഗം വെട്ടൊക്കെ കഴിയുമ്പോൾ കുറച്ച് ലേറ്റാവും ഉറങ്ങാൻ, അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ അതുപോലെ ചായക്ക് വെള്ളവും ചോറിന് വെള്ളവും പിന്നെ കുക്കറിൽ അടുപ്പത്ത് വെക്കാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ഞാൻ എൻ്റെ കാര്യമൊന്നും നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ രാവിലെ ഒരു കപ്പ് ഫ്രഷ് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കുന്നത് ന്യൂട്രീഷൻ ഫുഡാണ്. ഫുഡെന്ന് വെച്ചാൽ അതൊരു പൗഡറാണ് കേട്ടോ. ഫോർമുല, ഫൈബർ, പ്രോട്ടീൻ, പിന്നെ ഷേക്ക് മേറ്റ്, ഇത് 4 കൂടിയിട്ട് നന്നായിട്ട് മിക്സിയിൽ ഒരു 40 സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്തതാണ്. ഇത് ഷേക്ക് പരുവത്തിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ജോലിയുടെ ഇടയിലൊക്കെ കഴിക്കാം. അപ്പോൾ എൻ്റെ എല്ലാ ജോലിയും ഒതുങ്ങിയിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കടലക്കറിയും നുൽപ്പുട്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതിനിടയിൽ കഴിച്ചു കേട്ടോ. അപ്പോൾ അതുപോലെ അച്ഛൻ വിളക്കൊക്കെ വെച്ചിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. സ്വത്ത് തൊട്ടിൽ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. അവളെ നമുക്ക് തൽക്കാലം ഡിസ്റ്റർബ് ചെയ്യണ്ട, കാരണം കുറച്ച് നേരം കൂടി ഉറങ്ങിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോൾ സമയം എന്തായി? ഒരു 7:30 ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടി ഒന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി. എല്ലാ ദിവസവും നമ്മുടെ ഒരുപോലെ ആവണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് നേരത്തെ പണികളൊരുങ്ങും. ചിലപ്പോൾ സ്വത്തുവിൻ്റെ മൈൻഡ് അനുസരിച്ച് അവൾ കരച്ചിൽ പിഴിച്ചിൽ എന്നീ അവളുടെ ചടങ്ങുകൾ പോവുകയാണെങ്കിൽ നമ്മുടെ പണി പെൻഡിങ് ആവും കേട്ടോ. ഇപ്പോൾ ഇനി ഒന്ന് കുളിക്കണം എന്ന് കരുതുന്നുണ്ട്. കുളിച്ച് വരാം. സ്വത്ത് എണ്ണീറ്റ് വരുമ്പോഴത്തേക്കും നമ്മുടെ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞ് വയ്ക്കാം. അപ്പം ഞാൻ കുളിച്ചിട്ട് വരാം ഗെയ്സ്. ബൈ. അപ്പോൾ നമ്മൾ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് കുറേ നാളായി പറയണം എൻ്റെ കല്യാണ ആൽബം കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഞാനത് കാണിച്ചു തരാൻ വിചാരിച്ചു. സ്വത്ത് ഇവിടെ നല്ല ഉറക്കമാണ്. ഇന്ന് പുള്ളിക്കാരി കുറച്ച് നേരത്തെ എണീറ്റു രാവിലെ. കാരണം ഇന്നലെ രാത്രി നേരത്തെ ഉറങ്ങി, ഒരു 8 മണിക്ക് ഉറങ്ങി. ഇന്ന് രാവിലെ ഒരു 6 മണിയപ്പോൾ ആൾ എഴുന്നേറ്റു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് പെട്ടെന്ന് ഉറങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു പറഞ്ഞാൽ ആൽബം കാണിച്ചു തരാം. അവളുള്ള സമയത്ത് നീ കാണിക്കാൻ പറ്റില്ല. അവളുള്ള സമയത്ത് കാണിച്ച ആൽബമൊക്കെ 2-3 കഷ്ണമാവും ചിലപ്പോൾ. അപ്പോൾ നമുക്ക് ആൽബം കണ്ടാലോ. ഇതിപ്പോൾ ഏട്ടൻ്റെ ഇവിടുത്തെ കല്യാണ ആൽബമാണ് കേട്ടോ. എൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. 2 ആൽബത്തിലായാലും ഏകദേശം ഒരേ ഫോട്ടോസൊക്കെ തന്നെയാണ്. ഞങ്ങളുടെ കൊറോണ ടൈമിൽ നടന്ന കല്യാണം ആയത് കാരണം അധികം ആരും ഉണ്ടായില്ല, കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ ഞങ്ങൾ തന്നെ ആയിരിക്കും. ഞങ്ങളുടെ പല പോസ്റ്റുകളും നമ്മുടെ റൊമാൻസൊക്കെ കാണാം. ഞങ്ങളുടെ ഇടയിൽ ഭയങ്കര വിറ്റാണ്. നമ്മൾ പ്രത്യേകിച്ച് ഈ അറേഞ്ച് മാരേജൊക്കെ ആകുമ്പോൾ നമുക്ക് ആ കല്യാണത്തിൻ്റെ അന്ന് കുറച്ച് റൊമാൻറ്റിക് പിക്ചേഴ്സൊക്കെ എടുക്കാൻ നമ്മുടെ അടുത്ത് കുറച്ച് സ്റ്റൈലിഷായി നിൽക്കാൻ പറയുമ്പോഴും, പിന്നെ നമ്മുടെ അടുത്ത് ഒരു ക്യാരക്ടർ നമ്മുടെ ഫേസിൽ വന്നിട്ട് ലുക്കൊക്കെ കൊടുത്ത് നിൽക്കാനൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്കതൊന്നും നടക്കില്ല. എനിക്ക് ഭയങ്കര നാണാണ്, ഭയങ്കര ചമ്മലാണ് ഒന്നാമത്. പിന്നെ അറിയത്തുമില്ല അങ്ങനെ ഒന്ന് നിൽക്കാൻ. അപ്പോൾ ഞങ്ങളുടെ ഓരോ ഫോട്ടോസിനും ഓരോ കഥയുണ്ട്. അപ്പം നമുക്ക് നേരെ ആൽബം കാണാം കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ ഏട്ടൻ്റെ ആൽബത്തിൻ്റെ ഫസ്റ്റ്. കണ്ടില്ലേ? 9/5/2021. ഇതാണ് ഈ ഫോട്ടോസിനൊക്കെ ഞാൻ ഭയങ്കര, നമുക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരാളിങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മയ്ക്കാനൊക്കെ പറയുമ്പോൾ ഭയങ്കര ചമ്മലല്ലേ ഇരിക്കും. ഞാൻ ഭയങ്കര ചിരിയായിരുന്നു. ഏട്ടന് പിന്നെ അത്ര കൂസലൊന്നും ഇല്ല തോന്നുന്നുണ്ട്. അത് ഏട്ടനല്ലേ അറിയില്ല. ഇതിങ്ങനെ ലുക്കൊക്കെ കൊടുത്ത് നിൽക്കാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് എന്തൊക്കെയോ ഒരു ചിരിയും വരണ്ടായിരുന്നു, അന്ന് ചമ്മലും വരണ്ട, അങ്ങനെയൊക്കെ ഒരു ഫേസിൽ എങ്ങനെയൊക്കെയോ നിന്നതാണ് കേട്ടോ ഇത്. ആ സമയത്ത് ഞാൻ നല്ല വെയിറ്റ് കുറച്ചൊരു സമയമായിരുന്നു കേട്ടോ. ഇത് ഏട്ടൻ്റെ ഇവിടുത്തെ തലേ ദിവസത്തെ ഇതാണ് കേട്ടോ. എന്താ ചിരി! കൊറോണയൊക്കെ ബാധിച്ച കാരണം കല്യാണത്തിന് അധികം ആരും ഉണ്ടായിരുന്നില്ല ഗീസ്. ഇത് വീട്. ഇതേട്ടൻ്റെ വല്യമ്മ ഒന്നും വന്നിട്ടുണ്ടായില്ല. കാരണം വല്യമ്മയുടെ മകൻ മരിച്ചിട്ട് അത്ര ആയിട്ടുണ്ടായില്ല. അപ്പോൾ അവരൊന്നും വന്നില്ല കേട്ടോ. ഇതമ്മ, അച്ഛൻ,
പുടവ വാങ്ങുക, അനുഗ്രഹം വാങ്ങുക, ആ ചടങ്ങൊക്കെയാണ്. ഇവരിതൊക്കെ കല്യാണത്തലേന്നാണ് ചെയ്തത്. എനിക്ക് കല്യാണത്തിൻ്റെ അന്നായിരുന്നു കേട്ടോ ഞാൻ ചെയ്തതൊക്കെ. ഇത് വെല്ലിച്ചൻ, ഇത് വെല്ലിച്ചൻ്റെ മകൻ, മൂത്ത മകനാണ്. രണ്ടാമത്തെ മകനാണ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മരിച്ചത്. ഇതൊക്കെ പിന്നെ അമ്മയുടെ ചേച്ചിയാണ് കേട്ടോ. ഇതും അമ്മയുടെ ചേച്ചിയാണ്. ഇത് ഏട്ടൻ്റെ അമ്മായിയുടെ മകളാണ്, മൂത്ത അമ്മായിയുടെ മകള്. ഇത് നേരത്തെ കണ്ട ഏട്ടൻ്റെ വൈഫാണ്. ഇതൊക്കെ ഏട്ടൻ്റെ റിലേറ്റീവ്സാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കാണാമെന്നല്ലേ ഉള്ളൂ. നിങ്ങൾക്കിപ്പോൾ എല്ലാവരെയും അറിയണമെന്നുണ്ടാവില്ല. ഇതൊക്കെയായിരുന്നു ഇവരുടെ തലേ ദിവസത്തെ കുറച്ച് പരിപാടി, അച്ഛനമ്മ. എൻ്റെ വീട്ടിൽ അധികം ആരും ഉണ്ടായിരുന്നില്ല. ഇവർക്ക് പിന്നെ ആൾക്കാർ വന്നു പോയിരുന്നു തോന്നുന്നു ഫോട്ടോസ് കാണുമ്പോൾ. എൻ്റെ വീട്ടിലൊക്കെ സ്ട്രിക്ട്ലി ഞങ്ങളുടെ അവിടുത്തെ പോലീസുകാർ ആരെയും കടത്തി വിടണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കൊറോണ കുറച്ച് സീനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയൽവക്കക്കാർക്ക് പോലും അങ്ങനെ വരാൻ പറ്റിയില്ല. കല്യാണ ചെക്കൻ്റെ ഞാൻ ഒറ്റപ്പാലത്ത് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണമല്ലോ ആ സമയത്ത്. കല്യാണം അങ്ങനെ ഫംഗ്ഷൻ എന്തെങ്കിലുമൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. ആ സമയത്ത് എൻ്റെ അടുത്ത് അവിടുത്തെ SI പറഞ്ഞത് കല്യാണം തന്നെ മാറ്റി വെച്ചൂടെ എന്നൊരു ഓപ്ഷനാണ് ഞങ്ങൾക്ക് അവർ തന്നത്. പക്ഷേ 2 വർഷത്തോളം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തും നിന്ന കല്യാണം ആയതുകൊണ്ട് ഉള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോവാമെന്ന് വിചാരിച്ചു. ചേച്ചി ഏട്ടനൊന്നും കൂടാൻ പറ്റിയില്ല. ഇതൊക്കെ രണ്ടാമത് കല്യാണം കഴിഞ്ഞിട്ട് ഒരു കല്യാണത്തലേന്ന് ഞങ്ങൾ റീക്രിയേഷൻ ചെയ്തതാണ് കേട്ടോ ഈ ഒരു ഇത് കല്യാണം കഴിക്കാൻ വരുന്നതിന് മുമ്പ് ഒരു സദ്യയൊക്കെ കൊണ്ടിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. ഞാൻ സദ്യ ഒന്നും കഴിച്ചില്ല. ഞാൻ അമ്പലത്തിലെ പായസമോ അങ്ങനെ എന്തോ നമുക്കൊരു വഴിപാടുണ്ടായിരുന്നു. അങ്ങനെയാണ്, ഓരോ സ്ഥലത്ത് ഓരോ രീതിയാണല്ലോ. ഞങ്ങൾക്ക് സദ്യ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിവിടെ കെട്ടാൻ വരുന്ന ഒരു സീൻ. ചറ പറയാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മയൊക്കെ കൊടുത്തു. ഇതും റീക്രിയേഷൻ ചെയ്ത ഫോട്ടോയാണ്. ഈ ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ ഈ വീട്ടിലുണ്ട്. ഞാൻ അവിടെ ഒളിച്ച് നിൽക്കുകയാണ്, കാരണം കല്യാണത്തലേന്ന് ഞാനില്ലല്ലോ. ഇത് പിന്നെ എൻ്റെ കുറച്ച് ഫോട്ടോസ് ഒടിഞ്ഞു കുത്തിയിട്ടൊക്കെയാണ് നിൽക്കുന്നത്. ഈ ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോയാണ് കേട്ടോ. ആ സാരിയുടെ ഭംഗിയും എൻ്റെ ഭംഗിയും എല്ലാം ഇതിൽ കാണുന്നുണ്ടല്ലേ. ഇതിവരെന്തോ ചളി ക്യാമറമാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇരുന്ന് ചിരിച്ചതാണ്, അല്ലാതെ ഫോട്ടോയ്ക്ക് വേണ്ടി ഞാൻ പോസ്റ്റ് ചെയ്തതൊന്നുമല്ല. അപ്പം അവർ ക്യാപ്ചർ ചെയ്താൽ തോന്നുന്നുണ്ട് എനിക്ക്. ഇതാ കെട്ടാൻ വരുന്നു, മണവാളൻ എത്തി ഇവിടെ. ഇത് എൻ്റെ വീട്ടിൽ താലപ്പൊലിയും കൊണ്ട് സ്വീകരിക്കാൻ വരുന്നതാണ്. എല്ലാവരും മാസ്ക് ഇട്ടണം നിൽക്കണം, കാരണം അന്ന് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നല്ലോ. എല്ലാവരും മാസ്കൊക്കെ ധരിച്ചിട്ടാണ് നിൽക്കുന്നത്. എങ്ങനെ പിന്നെ കല്യാണം ഇതൊക്കെ അങ്ങോട്ട് പോട്ടെ. ഞാൻ എന്താ അവിടെ താലമൊക്കെ എടുത്ത് ഇറങ്ങുകയാണ്.
എൻ്റെ വീട്ടിൽ പന്തലിട്ടിരുന്നു, അപ്പുറത്തെ തൊടിയിലും പന്തലിട്ടിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പന്തലിൻ്റെ ആവശ്യമാണ് ഞങ്ങൾക്ക് വന്നുള്ളൂ. കല്യാണത്തിൻ്റെ ഒരാഴ്ച മുന്നെയാണ് ഫുൾ ലോക്ക്ഡൗൺ ആയത്, അപ്പോൾ ആർക്കും വരാൻ പറ്റിയില്ല. ഞങ്ങളാണെങ്കിൽ ആ തൊടിയൊക്കെ നല്ല വൃത്തിയാക്കി പന്തലൊക്കെ ഇട്ട് സെറ്റപ്പാക്കി വെച്ചതാണ് ഗൈസ്. ഇങ്ങനെ ഇരുന്ന ഞാനാണ് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത്. എനിക്ക് ഇങ്ങനെ തന്നെ റിട്ടേൺ വരണം, അതിനുള്ള ശ്രമത്തിലാണ് ഗൈസ് ഞാനിപ്പോൾ. ഉണ്ടോ അങ്ങനെ. അപ്പം ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഫുൾ മെമ്മറി എന്ന് പറയുന്നത്. ആകെ കുറച്ച് പേരൊക്കെയാണുള്ളൂ, ഡാൻസും പാട്ടും ഒന്നും ഉണ്ടായിരുന്നില്ല. കല്യാണത്തിൻ്റെ തലേന്ന് കുറച്ച് പാട്ട് വെച്ചു എന്നല്ലാതെ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ എൻ്റെ കല്യാണത്തിന് ഭയങ്കര ആഘോഷമാക്കണം. ഞങ്ങൾ 2-3 സ്ഥലത്ത് പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തതൊക്കെ ആയിരുന്നു. എല്ലാം നമ്മൾ ക്യാൻസൽ ചെയ്തു. അതിനനുസരിച്ചുള്ള ഡ്രസ്സും ഓർണമെൻറ്റ്സും എല്ലാം നമ്മൾ എടുത്ത് വെച്ചതും കൂടിയാണ്. ആ ഡ്രസ്സൊക്കെ ഞാൻ ആ ഫോട്ടോഷൂട്ടിന് വേണ്ടി മാത്രം ഇട്ടിട്ടുള്ളൂ. ഇപ്പോഴും അതൊക്കെ അലമാരിൽ ഇങ്ങനെ ഭദ്രമായിട്ട് ഇരിക്കുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. കാരണം നമുക്ക് ജീവിതത്തിൽ ഒരു പ്രാവശ്യമല്ല ഇങ്ങനെ അതിസുന്ദരിയായിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. അത് നമ്മുടെ കല്യാണ ദിവസമായിരിക്കും. അപ്പം അന്ന് ആഘോഷിക്കേണ്ട അപ്പം ആഘോഷിച്ചില്ലെങ്കിൽ അതെല്ലാം വെറുതെ ആവും. ഇത് സെക്കൻഡ് സാരിയാണ്. ഈ സാരിയൊക്കെ ഞാൻ കല്യാണത്തിൻ്റെ അന്ന് തന്നെ ഉടുത്തിട്ടുള്ളൂ. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി, ഞാൻ ഇതുവരെ പിന്നെ ഉടുത്തിട്ടില്ല. ഇത് കണ്ടോ, ഇത് കല്യാണം കഴിഞ്ഞ് 1 മാസം 1.5 മാസം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഈ ഫോട്ടോഷൂട്ട് പിന്നെയും വന്നത്. ആ മേക്കപ്പിൻ്റെ ഒരു മാറ്റം കണ്ടോ. പിന്നെ എന്തോ ഇങ്ങനെ ഇരുന്ന് ഞാനാണ് പറഞ്ഞിങ്ങനെ ഇരിക്കും. പിന്നെ നമ്മുടെ വീട് വിട്ട് നമ്മൾ വേറൊരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളുണ്ടാകും. നമ്മൾ ആ വീടായിട്ടൊന്ന് സെറ്റായി വരാൻ കുറച്ച് സമയം എടുക്കും. എല്ലാവരുടെ കാര്യമല്ല പറഞ്ഞത്, എൻ്റെ കാര്യം അങ്ങനെയായിരുന്നു കേട്ടോ. എനിക്ക് കുറച്ച് സമയമൊക്കെ എടുത്തു. ഇതാ ഞാൻ ഏട്ടൻ്റെ വീട്ടിലെത്തി. ആരതിയൊക്കെ ഒഴിഞ്ഞ് അകത്ത് കയറ്റുന്നു. പിന്നെ അകത്ത് കയറുന്നു, എല്ലാവരുമായിട്ട് ഫോട്ടോ എടുക്കുന്നു. ഇതൊക്കെ തന്നെയായിരുന്നു ഉള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം നമ്മുടെ ഈ റിസപ്ഷൻ്റെ ലുക്കായിരുന്നു. ഇത് നമ്മൾ കല്യാണ സമയത്തെടുത്തല്ല, കല്യാണം കഴിഞ്ഞിട്ട് ഏട്ടൻ ചേച്ചിയൊക്കെ വന്നപ്പോൾ എടുത്തതാണ്. അന്ന് ഈ കുഞ്ഞു കുഞ്ഞു പൂവ് ആ പാടം നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫർ പറഞ്ഞു, എന്നാൽ നിങ്ങൾ ഇവിടുന്ന് ഒരു 2-3 ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് എടുത്തോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എടുത്തതാണ് കേട്ടോ. കല്യാണത്തിൻ്റെ അന്ന് ഈ മാലയൊന്നും ഇട്ടിരുന്നില്ല. കല്യാണത്തിൻ്റെ ഫോട്ടോ അവിടെ ഉണ്ടാവും. ഇതൊക്കെ അവിടെ വെള്ളച്ചാട്ടമൊക്കെ വന്നിരുന്നപ്പോൾ നമ്മളെടുത്തതാണ്. പിന്നെ ഈ ഫോട്ടോസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫോട്ടോ കേട്ടോ. ഇത് നമ്മൾ ലാസ്റ്റ് എടുത്ത ഫോട്ടോയാണ്. രണ്ടാമത് റീക്രിയേഷൻ ചെയ്തപ്പോൾ എടുത്ത ഫോട്ടോയാണ് കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ ആൽബം. ഇത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ ആൽബം. ഇത് ഞാനിങ്ങനെ ഞാൻ അങ്ങനെ ഇടയ്ക്ക് എടുത്ത് നോക്കാറൊന്നുമില്ല സത്യം പറഞ്ഞാൽ. വേറെ ഒന്നുമില്ല, ഞാൻ ഇങ്ങനെയൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ സുത്തു അതിന് വാശി പിടിക്കും. പിന്നെ അവളുടെ കയ്യിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പഞ്ചറോ അല്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ ഒരു ഫോട്ടോ ഇപ്പോൾ അവൾ പഞ്ചറാക്കി വെച്ചിട്ടുണ്ട് താഴെ. ശരി, ഈ ചെറിയ കുട്ടികളുള്ള അമ്മമാരുടെ റിസ്ക് നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ. അവരെ വാശി പിടിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പോൾ അവരെ വാശി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ കരഞ്ഞോ ചീഞ്ഞോ ഒരു സുഖം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാനൊരു വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നിപ്പോൾ 2 ദിവസമായിട്ടുണ്ട്.
ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലെയും രാത്രിയും ഷെയ്ക്കാണ് എടുക്കുന്നത്, ന്യൂട്രീഷൻ ഷെയ്ക്കാണ്. അപ്പോൾ അത് ഹെൽത്തിന് യാതൊരുവിധ പ്രശ്നവും കാര്യങ്ങളോ ഒന്നുമില്ല. ആർക്കെങ്കിലും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്നോട് ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. ഓൺലൈനായിട്ടൊക്കെ ആ പ്രൊഡക്റ്റ് കിട്ടും, പക്ഷെ ഓൺലൈൻ ബേസ് ഒന്നും നമ്മളത് വാങ്ങിക്കഴിക്കരുത്. അത് ഒറിജിനൽ ആണോ ഇല്ലെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ഒറിജിനൽ വേണമെങ്കിൽ നമ്മൾ ന്യൂട്രീഷൻ സെൻറ്ററിൽ പോയിട്ട് തന്നെ അവരുടെ ക്ലാസ് എല്ലാം കേട്ടിട്ട് വേണം അത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.